മറച്ചു വയ്ക്കപ്പെട്ട ഒരു സത്യം കേട്ടാൽ അവിശ്വസനീയമായി തോന്നും. നിങ്ങളുടെ രക്തം ഉറഞ്ഞു പോകും. അങ്ങനത്തെ ഒരു സത്യമാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. 1995 സെപ്റ്റംബർ 6 ഒരാൾ അയാളുടെ വീടിന് മുന്നിൽ നിന്ന് അയാളുടെ കാർ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പോലീസ് വാഹനം വന്ന് അടുത്ത് നിർത്തി ഇയാളെ ആ ജീപ്പിലേക്ക് പിടിച്ചിട്ട് കൊണ്ടുപോയി. പിന്നെ ഇയാളെക്കുറിച്ച് ഒരു വിവരമില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു കനാലിൽ, ഹരിക്കെ കനാൽ എന്ന് പറയുന്ന കനാലിൽ അയാളുടെ ജഡം പൊന്തി. അയാളുടെ പേര് ജസ്വന്ത് സിംഗ് ഖൽറ. ഒരു സാധാരണ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അയാൾ എന്ത് ചെയ്തു എന്നാണെങ്കിൽ അയാൾ അതീവ ഗുരുതരമായ ഒരു കുറ്റം ചെയ്തു. 1990 മുതൽ 95 വരെയുള്ള കാലത്ത്, അതിനിടയ്ക്ക് പ്രത്യേകിച്ച് 90 കാലത്ത് ഇന്ത്യയിൽ വലിയ തോതിൽ ഖലിസ്ഥാൻ ഭീകരവാദികളുടെ ഇടപെടലുകളും പ്രക്ഷോഭങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടക്കുന്ന സമയം. പഞ്ചാബാണ് ഇതിൻ്റെ ഭൂമിക. പഞ്ചാബിൽ ഈ ബാങ്ക് ഉദ്യോഗസ്ഥനായ ഇയാളുടെ ഒരു സുഹൃത്തിനെ പെട്ടെന്ന് കാണാതാവുന്നു. ഒരു വിവരവുമില്ല. അപ്പോൾ തൻ്റെ ചങ്ങാതി എവിടെ പോയി എന്ന് അന്വേഷിച്ച് ഈ ജസ്വന്ത് സിംഗ് ഖൽറ അയാളെ അന്വേഷിച്ച് ഇറങ്ങി. അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന വിവരം ഇങ്ങനെ ഒരുപാട് പേരെ കാണാതാവുന്നു. ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. ഇതൊക്കെ എവിടെ പോയി എന്നറിയുമ്പോൾ ഇയാൾ തൊട്ടടുത്തുള്ള ഒരു ശ്മശാനത്തിൽ നിന്നറിയുന്നു ഒരുപാട് അജ്ഞാത ജഡങ്ങൾ സമീപകാലത്തായി കുഴിച്ചിടുന്നുണ്ട്. ഖൽറ ഇതൊരു അന്വേഷണമായിട്ട് ഏറ്റെടുത്തു. എന്നിട്ട് അദ്ദേഹം ഒരു ലെഡ്ജർ ഉണ്ടാക്കി. അതിൻ്റെ പേര് ഗോസ്റ്റ് ലെഡ്ജർ, പ്രേതങ്ങളുടെ കണക്ക് പുസ്തകം. അങ്ങനെ കണക്ക് പുസ്തകവും പഞ്ചാബിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ കാണാതായി ശ്മശാനങ്ങളിൽ ആരും അറിയാതെ കുഴിച്ചു മൂടപ്പെട്ട ആളുകളുടെ കണക്ക് ഖൽറ എടുത്തു. 25,000 പേർ, ചെറുപ്പക്കാർ, സിഖുകാരായ ചെറുപ്പക്കാർ. നമ്മൾ സിഖ് കൂട്ടക്കൊല എന്ന് കേട്ടിട്ടുണ്ട്. സിഖ് കൂട്ടക്കൊല നടന്നത് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം കോൺഗ്രസ് പാർട്ടി ഒരു മതത്തിനെതിരെ സംഘടിതമായി നടത്തിയ കൂട്ടക്കൊല. 3000-ലേറെ ആളുകളെയാണ് ഡൽഹിയിൽ കൊലപ്പെടുത്തിയത്. ജീവനോടെ പച്ചയ്ക്ക് കത്തിച്ചു കൊന്നു. കോൺഗ്രസിൻ്റെ അക്കാലത്തെ ഏറ്റവും വലിയ നേതാക്കന്മാർ. അപ്പം മതത്തിൻ്റെ പേര് പറഞ്ഞ് കൂട്ടക്കൊല നടത്തിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല നടത്തിയ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. അന്ന് രാജീവ് ഗാന്ധി എന്താ പറഞ്ഞത്? വൻമരം വീഴുമ്പോൾ താഴെയുള്ള ചില പുല്ലും ഒക്കെ നശിച്ചു പോയി എന്ന് വരാം, എന്താണ് ചില ഭൂകമ്പങ്ങൾ ഉണ്ടായി വരാം എന്നൊക്കെയാണ് അന്ന് പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഇന്ദിരയുടെ മകൻ രാജീവ് ഗാന്ധി പറഞ്ഞത്. അതേ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന സമയത്താണ് പഞ്ചാബിൽ ഏതാണ്ട് 25,000-ഓളം സിഖുകാരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി കൊന്ന് ആരും അറിയാതെ കുഴിച്ചു മൂടി എന്നുള്ള വാർത്ത കണ്ടെത്തുന്നത് ആര്? ജസ്വന്ത് സിംഗ് ഖൽറ കണ്ടെത്തുന്നത്. അങ്ങനെ അത് കണ്ടെത്തി ഇത് വലിയ വാർത്തയാകും, വിവാദമാകും എന്ന് പോലീസിന് മനസ്സിലായി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഭവം. വീടിന് മുന്നിൽ കാറ് കഴുകിക്കൊണ്ടിരുന്ന ഖൽറയെ പിടിച്ചുകൊണ്ടുപോയി. ഖൽറയെ പിടിച്ചുകൊണ്ടുപോയി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ കനാലിൽ നിന്ന് കിട്ടി. ഇത് പഞ്ചാബിൻ്റെ ചരിത്രത്തിൽ മൂടപ്പെട്ട ഒരു കഥയാണ്. ഇന്ത്യ അറിയാതെ പോയ ഒരു കഥയാണ്. രാജ്യം ഭരിച്ചിരുന്ന പാർട്ടി മൂടിവെച്ച രഹസ്യമാണ്. രാജ്യം ഭരിച്ചിരുന്ന പാർട്ടി പോലീസിന് അമിതാധികാരം കൊടുത്ത് ഭീകരവാദത്തിൻ്റെ പേരിൽ സിഖുകാരായ, ഡൽഹിയിൽ ചെയ്തതുപോലെ സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത മറ്റൊരു കഥയാണ്. ഇത് ആരും പറഞ്ഞില്ല, ആരും പറയാൻ സമ്മതിച്ചില്ല. പക്ഷേ ഒരു സംവിധായകൻ, അയാളുടെ പേര് ഹണി ട്രഹാൻ, ഇത് സിനിമയാക്കാൻ തീരുമാനിച്ചു. ദിൽജിത്ത് ദോസാങ് എന്ന് പറയുന്ന പഞ്ചാബിലെ നടൻ അഭിനയിച്ചു. അങ്ങനെ ആ സിനിമയ്ക്ക് പേരിട്ടു ഖല്ലൂഖാര എന്നാണ് ആദ്യമിട്ട പേര്. കൂട്ടക്കൊല എന്നാണ് ഖല്ലൂഖാര എന്ന വാക്കിൻ്റെ അർത്ഥം. ആ സിനിമ തയ്യാറാക്കി. അത് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പിന്നെ പേര് മാറ്റി പഞ്ചാബ് 95. 90 മുതൽ 95 വരെയുള്ള കാലത്തെ പഞ്ചാബ് എന്താണെന്ന്. 95ആണ് 31 വർഷം മുമ്പ്. 31 വർഷം, വെറും 3 പതിറ്റാണ്ട് മുമ്പ് നമ്മുടെ രാജ്യത്ത് നടന്ന, നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത വലിയ കൂട്ടക്കൊല. ഭരിക്കുന്ന കക്ഷി കോൺഗ്രസ് പാർട്ടി പോലീസിന് അധികാരം നൽകി ഒരു സമുദായത്തെ ഉന്മൂലനം ചെയ്ത കഥ.
അങ്ങനെ സിനിമയാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഗോസ്റ്റ് ലഡ്ജർ ഉണ്ടാക്കിയ പാവം ബാങ്ക് ഉദ്യോഗസ്ഥൻ ജസ്വന്ത് സിംഗ് ഖൽറയെ കൊന്നല്ലോ. ഖൽറയുടെ കഥ ജീവചരിത്രം ആസ്പദമാക്കി എടുത്ത സിനിമയ്ക്ക് പഞ്ചാബ് 95 എന്ന് പേരിട്ടു. അങ്ങനെ സിനിമ ചിത്രീകരിച്ചു. സിനിമ ചിത്രീകരിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ മുമ്പാകെ വന്നു. അപ്പോൾ CBFC പറഞ്ഞു ഇങ്ങനെ ഈ സിനിമ കാണിക്കാൻ പറ്റത്തില്ല. ആദ്യം 21 കട്ട് പറയാൻ പറഞ്ഞു, പിന്നെ അത് 127 ആക്കി. പിന്നെ പറഞ്ഞു അതിനകത്ത് ഇന്ത്യ എന്ന് പറയാൻ പാടില്ല, പഞ്ചാബ് പോലീസ് എന്ന് പറയാൻ പാടില്ല, ഈ ഖൽറയുടെ പേര് പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ആയപ്പോൾ സംവിധായകൻ പറഞ്ഞു ഞാൻ ഈ സിനിമ ഇറക്കുന്നില്ല. അപ്പോൾ പ്രശ്നമില്ല, ഞാൻ ഷൂട്ട് ചെയ്തു, സിനിമ ഇവിടെ ഇരിക്കുകയാണ്, സിനിമ ഇറക്കുന്നില്ല. അതിനിടയ്ക്ക് സെൻസറിങ്ങിന് കൊടുത്തപ്പോൾ സിനിമയുടെ പേര് പഞ്ചാബ് 95, ആദ്യം ഖല്ലു ഖാരയായിരുന്നു, പിന്നെ അത് പഞ്ചാബ് 95 ആയി. പിന്നെ അതിൻ്റെ പേര് സെൻസറിങ്ങിന് പോയപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുന്നൊരു പേരായി സത്ലജ് എന്നുള്ള സിനിമ അങ്ങനെ പെട്ടിയിലുറങ്ങി. പക്ഷേ ഒരു തീയായി അഗ്നിയായി ഹണി ട്രഹാൻ്റെ മനസ്സിൽ അതുണ്ടായിരുന്നു. ഹണി ട്രഹാൻ ഈ കഴിഞ്ഞിടെ തീരുമാനിച്ചു ആ സിനിമ ലോകം കാണണം. ജൂലൈ മാസം 3-ാം തീയതി ഈ സിനിമ OTTയിൽ വന്നു. സീയിലാണ് വന്നത്. സീയിൽ വന്നു, പക്ഷേ 2 ദിവസമേ ആ സിനിമ ഓടിയുള്ളൂ. ജൂലൈ 5-ാം തീയതി കേന്ദ്ര സർക്കാർ ഇടപെട്ട് പറഞ്ഞു സിനിമ കാണിക്കാൻ പറ്റില്ല, OTTയിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു. കോൺഗ്രസ്സുകാരുടെ കാലത്ത് നടന്ന അരുങ്കൊലയാണ്, കൂട്ടക്കൊലയാണ് ഒക്കെയാണ്. പക്ഷേ BJP സർക്കാർ എന്തിനാണ് ഇത് വിലക്കുന്നത്? സിമ്പിളാണ്, ക്രമസമാധാന പ്രശ്നം. പഞ്ചാബിലെ ഇന്നത്തെ തലമുറ 30 വർഷം മുമ്പുള്ള ഈ കാര്യങ്ങൾ അറിയുമ്പോൾ തങ്ങളെപ്പോലെയുള്ള 25,000 ചെറുപ്പക്കാരെ ഭരണകൂടം കൊന്നു കുഴിച്ചുമൂടി എന്ന് പറയുമ്പോൾ പൊതുവിൽ പോരാട്ട വീര്യം കൂടിയ പഞ്ചാബിലെ ചെറുപ്പക്കാർ, പഞ്ചാബ് ജനത എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസ് ചെയ്ത ഒരു പാപഭാരത്തിൻ്റെ ഫലം ഒരുപക്ഷെ കേന്ദ്രം ഏറ്റെടുക്കേണ്ടി വരാം. ഇപ്പോഴത്തെ പഞ്ചാബ് സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. പഞ്ചാബ് സർക്കാരിൻ്റെ കയ്യിൽ നിന്നു എന്ന് വരില്ല, വലിയ ലോ ആൻഡ് ഓർഡർ പ്രശ്നമാകും. അതുകൊണ്ട് സിയോട് പറഞ്ഞു സത്ലജ് കാണിക്കരുത്. അങ്ങനെ ഇന്ത്യയിൽ സത്ലജ് എന്നുള്ള സിനിമ കാണിക്കുന്നില്ല. ഇന്ത്യക്ക് പുറത്ത് സിയുടെ OTTയിൽ ഈ സിനിമ ലഭ്യമാണ്. ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്തൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു ചരിത്രമാണ്. ഈ സിനിമ കാണിക്കണമെന്ന് അകാലിദൾ എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെടുന്നു. SGPC സിഖ് ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി ആവശ്യപ്പെടുന്നു. സത്ലജ് എന്നുള്ള സിനിമയെക്കുറിച്ച് മലയാളത്തിൽ വലിയ ചർച്ച ഉണ്ടാവുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ കാലത്ത് നടന്ന പോലീസ് നരനായാട്ടിൻ്റെ കഥയാണ്. അത് കേരളത്തിൽ പറയാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ. ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ഞങ്ങളെന്ന് കോൺഗ്രസ് പറയുമ്പോൾ, ഞങ്ങൾ ഫാസിസത്തെ എതിർക്കുന്നവരാണെന്ന് കോൺഗ്രസ് പറയുമ്പോൾ, ഞങ്ങൾ വർഗീയതയെ എതിർക്കുന്നവരാണെന്ന് പറഞ്ഞ അതേ കോൺഗ്രസ്സുകാരാണ് സിഖുകാരെ ഡൽഹിയിലും പിന്നെ പഞ്ചാബിലും കൂട്ടക്കൊല ചെയ്തത് എന്ന് പറഞ്ഞു വരുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവും. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ OTTയിൽ വരുന്ന സിനിമകൾ നിരോധിക്കാൻ അത്ര സെൻസർ ബോർഡിന് പോലെ നിരോധിക്കാൻ പറ്റില്ല. OTT വരുന്ന സിനിമകൾക്ക് അൺകട്ടായിട്ട്, അതായത് സെൻസർ ബോർഡ് പറഞ്ഞ കട്ടുകളില്ലാതെ തന്നെ സിനിമകൾ കാണിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ OTT എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഫേസ്ബുക്കിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ചില OTT പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുന്ന അശ്ലീല സിനിമകളുടെ ദൃശ്യങ്ങൾ കയറി വരുന്നത് കാണാം. കാരണം അതിന് സെൻസറിങ് ഇല്ല. ഇന്ത്യ രാജ്യത്ത് OTTക്ക് സെൻസറിങ് ഇല്ല. അതേക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ട് കുറേ കാലമായി, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഏതായാലും സത്ലജ് എന്നുള്ള സിനിമ പക്ഷേ ആളുകൾ കാണുന്നുണ്ട്, ആളുകൾ അറിയുന്നുണ്ട്. അത് പതുക്കെ അതേക്കുറിച്ച് ചർച്ചയാവുന്നു. നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമവും സത്ലജിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് ഇങ്ങനൊരു സിനിമയുണ്ട്, ഇങ്ങനൊരു സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്, ആ സംഭവങ്ങളുടെ ഉത്തരവാദിയായിരുന്ന കക്ഷിയുടെ പേര് കോൺഗ്രസ് പാർട്ടി എന്നാണ്. അതിൻ്റെ ഇന്നത്തെ നേരവകാശി രാഹുൽ ഗാന്ധിയാണ് ജനാധിപത്യത്തെക്കുറിച്ച്, പൗരാവകാശങ്ങളെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്നത്, വർഗീയതയെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചും സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നതുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. സത്ലജ് ചർച്ചയാവട്ടെ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം സത്ലജ് കാണിക്കണം എന്ന് തന്നെയാണ്. ചരിത്രം അങ്ങനെ മൂടി വെക്കേണ്ടതല്ല. ഏതായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ സർക്കാരിന് കിട്ടുന്ന ഇൻ്റലിജൻസ് വിവരങ്ങളും അതിൻ്റെ മുന്നറിയിപ്പുകളൊക്കെ. ഏതായാലും പഞ്ചാബ് ഇലക്ഷനിലേക്ക് പോവുകയാണ്. പഞ്ചാബ് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സത്ലജ് എന്ത് ചലനമുണ്ടാക്കും, എന്ത് തരംഗമുണ്ടാക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
മറ്റുള്ളവർ പറയാത്ത വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യ ലൈവാണ്. ഇന്ത്യ ലൈവിനെ നിങ്ങൾ സഹായിക്കണം. ഈ ചാനൽ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം, പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് എഴുതണം. ഒന്ന് ലൈക്ക് അടിക്കാൻ എന്ത് നേരം വേണം? അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ അത് ചെയ്യണം.